ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചോക്ലേറ്റ് ഒന്നും തന്നെ ചേർക്കാതെ നമുക്ക് പെട്ടെന്നൊരു ചോക്ലേറ്റ് ഷേക്ക് ഉണ്ടാക്കി നോക്കിയാലോ. ഇത് ആകെ ഉണ്ടാക്കാനായിട്ട് ഒരു 5 മിനിറ്റാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഷേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഒരു 1-2 കാര്യങ്ങൾ നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂൺ വൈറ്റ് ഓട്സ് ഞാനിപ്പോൾ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 നമ്മുടെ ഡേറ്റ്സ് അതുകൂടെ എടുത്തൊന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു മാക്സിമം ഒരു 20 മിനിറ്റൊക്കെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ തലേദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് കുതിർത്ത് വയ്ക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് സോക്ക് ചെയ്യാൻ വെച്ചതെല്ലാം ഏകദേശം ഒന്ന് സോക്കായി വന്നിട്ടുണ്ട്. ഇതും ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. അതൊക്കെ ഒന്ന് ഊറ്റി മാറ്റണേ. ഇനി വേണ്ടത് ചോക്ലേറ്റ് സിറപ്പാണ്. ഞാനിത് വീട്ടിലുണ്ടാക്കിയതാണ്. പിന്നെ വേണ്ടത് കൊക്കോ പൗഡറാണ്. പിന്നെ 2 പഴം വേണം. ഒന്ന് ഞാനിപ്പോൾ ചെറുപഴം ഒരു റോബസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സറുടെ ജാറിലേക്ക് വെള്ളം മാറ്റിയ ഓട്സ് ഇടാം. പിന്നെ ഈ നമ്മുടെ ഡേറ്റ്സ് ഒന്ന് കുരുമാറ്റി അതും ഒന്ന് ഇടാം. പിന്നെ റോബസ്റ്റാണ് ഞാനിപ്പോൾ അതിലേക്ക് മുറിച്ചിടുന്നത്. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് കൊക്കോ പൗഡർ ഒന്ന് ചേർക്കാം. ഞാനിപ്പോൾ ഡാർക്ക് കൊക്കോ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് അതൊന്ന് കുറച്ച് ഏകദേശം ഒരു 1/2 ടീസ്പൂണോ ഒരു 1 ടീസ്പൂണോ ഒഴിക്കാം. പിന്നെ പാല് ഞാൻ ഇതിപ്പോൾ 1 ഗ്ലാസ്സാണ് എടുത്തത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇതിൽ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് പഴം കൂടെ ചേർക്കുന്നത്. അതിൻ്റെ മധുരം വെച്ചാണ് കഴിക്കുന്നത്. പിന്നെ ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം നമ്മുടെ കപ്പലണ്ടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഞാനിപ്പോൾ ഒരു ഡെക്കറേഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. കൊച്ചു മക്കൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ പഞ്ചസാരയോ ഹണിയോ ഒക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.